ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് UK ലൈഫ് എങ്ങനെയുണ്ടോ. അപ്പോൾ അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ ഇന്ന് ഫുൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ, ഞാൻ കേട്ട് മനസ്സിലാക്കിയതും ഞാൻ കണ്ട് മനസ്സിലാക്കിയതും പിന്നെ കുറേ പേര് പറഞ്ഞു തന്നതും പിന്നെ ഞാൻ കടന്നുപോയ കുറേ കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അങ്ങ് പറയാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങാം ഗൈസ്. ഓക്കെ, റെഡി അല്ലേ? നമ്മൾ എവിടെ നിന്ന് തുടങ്ങും അതാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ബോയ്സിനോടാണ് പറയാനുള്ള, വരുമ്പോൾ തന്നെ ഐഫോൺ എടുക്കരുത്. ഞാൻ പറയുകയാണ്, ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് എടുക്കുക. അതായത് ഒന്ന് ജോലി കിട്ടി ഒരു 2-3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. റെൻറ്റും അതും ഇതൊക്കെ പേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഐഫോൺ EMI ആയിട്ട് എടുക്കുക. എനിക്കറിയാം കുറേ പേര് ഇവിടെ വന്നിട്ട് ഐഫോൺ എടുക്കാൻ വേണ്ടി ഇവിടെ നോക്കി നിൽപ്പുണ്ടെന്ന് അറിയാം. എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലി മെസ്സേജ് വരെ അയച്ചു UK എന്താ ഐഫോണിൻ്റെ റേറ്റ് എന്ന് വരെ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയാൻ തന്നെ കാര്യം. എടുക്കരുത്, എടുത്താൽ തന്നെ നിങ്ങൾ പെട്ടു. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഐഫോൺ ഒന്നും ചാടി എടുക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാർട്ട് ടൈം പോലും ഇല്ലാണ്ട് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് കുറേമാർ ഐഫോൺ എടുത്ത് അതിന്റെ EMI അടക്കാൻ വേണ്ടി പെടാപ്പേട് പറഞ്ഞ അതിന്റെ കൂടെ റെന്റും കൂടി കയറുമ്പോൾ ആഹാ. ഞാൻ പറയണേക്ക് അവിടെ അടങ്ങിയിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ നല്ല ഫോൺ എടുക്കുക. കുറച്ചൊരു കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലായില്ലേ, തുട്ട് വരട്ടെ. ഓക്കെ, ഐഫോൺ എടുക്കരുത്, ഫസ്റ്റ് ഉപദേശം. പിന്നെ നമുക്ക് ഇനി വർക്ക് പ്ലേസിലായിട്ട് വരും. വർക്കിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ധാരണ ഇവിടുത്തെ വൈറ്റ്സ് ഒക്കെ ആയിട്ട് കമ്പനിയായി ഹേ ബഡി, ഏത് മൂഡ്, ഹേ മെയ്റ്റ്, അവരായിട്ട് ജോളി മൂഡൊക്കെ ആയിട്ട് ഏത് ചില്ലിങ് വൈബിങ്, അങ്ങനെയൊന്നും ഇങ്ങോട്ട് വരണ്ട. അങ്ങനെയൊന്നുമല്ല. നാട്ടിലത്തെ എല്ലാ കൊണകളും ഇവിടെയുണ്ട്. ഇവരും മനുഷ്യരാണ്, മനസ്സിലായില്ലേ? കുശുമ്പ് കുന്നായ്മ അങ്ങേയറ്റം, കുത്തിത്തിരിപ്പ്, പുറകെ നിന്ന് കുത്തൽ, എല്ലാ പരിപാടിയും ഉണ്ട്. അതിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. ഞാൻ ആദ്യ നാളുകളിൽ ഞാൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ നോക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടറും ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളാവും. എനിക്ക് അങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടിരിക്കുന്ന ഒരു ആളല്ല, മനസ്സിലായില്ല? ഒരു എന്നാ പറയുക, ഒരു ബാഡായിട്ടൊരു ഇത് ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുക്കാൻ താല്പര്യമാണ്. കാരണം ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യം, അതിനകത്ത് കുറച്ച് പേര് നല്ലതാണ്, കുറച്ച് പേര് ഇതിൻ്റെ ആവശ്യമില്ലാത്തവരാണ്. ഇവൻ എന്ത് തേങ്ങയൊക്കെ കാണിക്കണം. അതായത് ഇവനെയൊക്കെ ആയിട്ട് മിണ്ടണോ? ഏത് ആ ഒരു ഭയങ്കര ജാടയൊക്കെ ഇട്ടിരിക്കുന്ന ടീംസും ഉണ്ട് ഇവിടെ. പക്ഷെ ചില ആൾക്കാർ അതിന് ഓപ്പോസിറ്റാണ്. വരുമ്പോൾ തന്നെ നമ്മൾ ഏത് മൂട് നമ്മളായിട്ട് തന്നെ ഓടി വന്നിട്ട് അവന്മാരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് ഹേ പാട്ടി ഹൗ ആർ യു, എന്നൊക്കെ ഉണ്ട് വിശേഷം, നീ എവിടെയായിരുന്നു, കോളേജൊക്കെ ഇങ്ങനെ അങ്ങനെ വയ്ക്കുന്നത്. അല്ലാണ്ട് തന്നെ ഹായ് അങ്ങനെ പോണവരും ഉണ്ട്, മനസ്സിലായോ? ഒരു വർക്ക് പ്ലേസിലായിട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ സീനിയർ ആയിട്ട് ലൈക്ക് കുറേ നാളായിട്ട് നിൽക്കുന്ന കുറേ ടീംസ് ഉണ്ടാവും. ഇവനൊക്കെ ഇപ്പോൾ വന്നതല്ലേ, ആ ഒരു പുച്ഛഭാഗത്തോടെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം തന്നെ എല്ലാവരുമായിട്ട് പോയി ചാടി പോയി ചെറുത് പറയരുത്. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. എല്ലാവരുമായിട്ട് ആദ്യം തന്നെ ഫ്രണ്ട്ലി ആവുക. എന്നിട്ട് പയ്യെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലായില്ലേ പെരുമാറ്റം, അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ഫിൽട്ടറൊക്കെ ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ അവരോട് പെരുമാറേണ്ട രീതി അറിയാലേ, അവൻ അത്രയും മതി. പിന്നെ നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാർക്ക് ഓക്കെ, അവന് കുറച്ചും കൂടി കൊടുക്കാം, അവൻ നമ്മുടെ ആളാണ്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ആളും തരമൊക്കെ മനസ്സിലാക്കി പെരുമാറുക. ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് മിങ്കിളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങളിത് ചെയ്യണത് അവന്മാരെ അപ്പുറത്ത് പോയിട്ട് അവൻ എന്നതാ ചുമ്മാ പണിയെടുക്കത്തില്ല, ചുമ്മാ വർത്താനം പറഞ്ഞു, ആ ഒരു രീതിക്ക് അപ്പുറത്ത് നിന്റെ കുശുമ്പും പറയാം. എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യ ആളുകൾ ഞാൻ ബാരിസ്റ്റേഡ് കയറിയപ്പോൾ ഉറപ്പൊരു പുച്ഛിച്ചുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്. നമുക്കൊരു ന്യൂ കൺട്രിയിലാണ്, നമ്മൾ ഒരക്ഷരം നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ വർക്ക് ചെയ്യേണ്ട രീതി വരെ നമുക്ക് ഒരു ഇതുണ്ടാവും. അതായത് ഇന്ന സാധനങ്ങളൊക്കെ എടുത്താൽ ഇങ്ങനെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ടൈം. പക്ഷെ ആ സമയത്ത് ഇവന്മാർ ഭയങ്കര പുച്ഛമൊക്കെ കാണിക്കും. പക്ഷെ പയ്യെ അവന്മാർ നമ്മുടെ സൈഡാകും. സോ അതിന് ഒരു ഇത് കുറച്ച് ടൈം കൊടുക്കണം. അതെങ്ങനെയാണേലും അത് റെഡിയാകും. അപ്പോൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ചാടി കയറിയപ്പോൾ വലിയ ആൾ കളിക്കാൻ നിൽക്കരുത്. അടവടെല്ലാം മൂഞ്ഞ് ചിലപ്പോൾ അവന്മാർ പണിയും തരാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് അവിടുത്തെ എല്ലാ പരിപാടിയും അറിയാം. ചിലപ്പോൾ മാനേജറൊക്കെ അവരുടെ ചങ്കായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയൊക്കെ നോക്കി നിൽക്കുക. ഇപ്പം ഈ പറഞ്ഞ പുച്ഛം കാണിച്ചവന്മാരൊക്കെ എൻ്റെ പുറകെ കണ്ടുപിട്ട് അതെങ്ങനെയാണ് ചെയ്യണം എന്ന് വരെ ചോദിച്ച് കിടപ്പുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ടീമാണെന്ന് ആലോചിക്കണം ഏത്. അപ്പോൾ ഓക്കെ, അതിപ്പോൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, നോളജ് വേണം, ഇവരൊക്കെ ആയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യും. അപ്പോൾ ആദ്യ നാളുകളിൽ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അധികമൊന്നും സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ കയറിയപ്പോൾ എല്ലാവരും സംസാരിക്കണം. എന്നോട് കൂടെ വർക്ക് ഞാൻ ഇപ്പോൾ ആദ്യം ക്ലോസിങ്ങിനായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ട്രെയിനിങ് തരാം. അപ്പോൾ എന്ന് വെച്ചാൽ ക്ലോസിങ് ടൈമിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ എനിക്കപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. തിരക്ക് സമയത്ത് പറ്റത്തില്ല. അപ്പം അധികം ആൾക്കാരൊന്നും കാണാത്തപ്പോൾ അവരൊക്കെ നീ സംസാരിക്കുക, നീ അധികം സംസാരിക്കാറില്ലേ, അങ്ങനെയൊക്കെ കുറേ ചോദ്യമൊക്കെ വരും. അപ്പോൾ അന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അത് എൻ്റെ മൈൻഡിൽ അത് മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യും. എന്നിട്ടേ ഞാൻ പറയത്തുള്ളൂ.
അപ്പം ആ ഒരു സാധനം മാത്രമേ അവിടെ ഡെലിവർ ആവുള്ളൂ. അപ്പോൾ അടുത്ത സാധനം അവന്മാർ ഇട്ട് കഴിഞ്ഞാൽ അത് അടുത്തത് ഞാൻ കൺവേർട്ട് ചെയ്ത് വന്നെ എൻ്റെ മൈൻഡിൽ നിന്ന്. നമ്മളപ്പോൾ മിസ്റ്റേക്ക് ചെയ്യും, ഞാൻ പറഞ്ഞ തെറ്റിപ്പോകുമോ, ആ ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യത്തില്ല. അവർക്ക് നിങ്ങൾ എന്താണ് അവരോട് പറയണത് അതവർക്ക് മനസ്സിലായാൽ മതി. മനസ്സിലായോ? അവർ ഗ്രാമറും ഇതൊന്നും ചെക്ക് ചെയ്യില്ല. ഇത് ചെക്ക് ചെയ്യണത് ആരാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുറേ കൊണകളെ ചെക്ക് ചെയ്യത്തുള്ളൂ. ഉള്ള കാര്യം പറയാം, നിങ്ങൾ അവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി. അവന്മാരെന്താണേലും ജഡ്ജ് ചെയ്യും, അറിയാം. മലയാളികളാണ്, വെറും ഇതാണ്, മനസ്സിലാക്കുക. ഇവന്മാരാരും ജഡ്ജ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ UK എന്ന് പറഞ്ഞ കൺട്രിയിൽ ഇപ്പോൾ എന്നാ മിക്സഡ് കൾച്ചറാണ്. അതായത് കുറേ സ്ഥലത്ത് നിന്ന് ആൾക്കാരാണ്. ആരുടെയും ഇംഗ്ലീഷ് പെർഫെക്റ്റ് ഒന്നുമല്ല. ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരുടെ ആയിരിക്കും പിന്നെ ഒന്നും കൂടി ഒരു, ഞാൻ ഇപ്പോൾ വർക്കേണ്ട സ്ഥലത്ത് തന്നെ ഇപ്പോൾ പോളണ്ട്, ഇറ്റലി, സ്പെയിൻ, അവിടെ എന്തോരം പേരാണ്. അവരുടെ ഇംഗ്ലീഷ് പല പല സ്ലാങ് ആണ്, പല പല ടോണാണ്. ഒരു പക്ക ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വന്ന കുറച്ച് പേരുള്ളത്. അവരുടെ ഒരു ഇംഗ്ലീഷ് പക്ക നമുക്ക് മനസ്സിലാവും. ഒരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും കൂടി ഒരു മെച്ചപ്പെട്ട ഇംഗ്ലീഷ്. ബാക്കി എല്ലാവരുടെയും കണക്കാണ്. നമുക്കും ഉണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ആക്സെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതും ഒരു വേറെ ഒരു സാധനമാണ്. ഈ സ്പെയിനിലുള്ളവർക്ക് അവരുടേതായുണ്ട്, ഇറ്റലിയിലുള്ളവർക്ക് ഒരു കയറ്റിയിട്ടുള്ള ഒരു ആക്സെന്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഈ അപ്പുറത്തേക്കണവന് നിങ്ങൾ പറയണ കാര്യം എന്താണോ അത് മനസ്സിലായാൽ മതി. അത്ര ഇവന്മാർ നോക്കുന്നുള്ളൂ. പിന്നെ അവന്മാർ പറയണ കാര്യം നിങ്ങൾക്കും മനസ്സിലാക്കുക. ഇപ്പോൾ അവന്മാരൊരു സാധനം എടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവിടെ വായും പൊളിച്ച് നിൽക്കരുത്. അത് മനസ്സിലാവണം. മനസ്സിലായില്ലേ? നിങ്ങൾ അവർ പറയണ കാര്യം നിങ്ങൾക്കും മനസ്സിലാവണം, നിങ്ങൾ പറയണ കാര്യം അവർക്കും മനസ്സിലാവണം. എൻ്റെ വായൊക്കെ പറ്റി. അല്ലാണ്ട് ഭയങ്കര ആധികാരമായിട്ട് ഹേ മേരാ അങ്ങനെയൊന്നും പറയണ്ട. മനസ്സിലായില്ലേ? ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കയറിയില്ലേ? അത്രയല്ല സംഭവം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അല്ല അവർ നോക്കുന്നത്, നിങ്ങളുടെ വർക്കാണ് നോക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് സീൻ മന്നെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് ജോബൊക്കെ, അതായത് ഇപ്പം ഈ റിസപ്ഷനിസ്റ്റിനൊക്കെ കുറച്ചും കൂടി ഇത് വേണം. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ചും കൂടി വേണം. എന്ന് വെച്ചാൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യണം, ബുക്കിങ്ങും കാര്യമൊക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് ഇവിടെയാണ് വർക്ക് ചെയ്യണം, ഒരു എന്നാ പറയുക ഫ്രണ്ട് ഓഫ് ദി ഹൗസ് റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറച്ച് അത്യാവശ്യം വരും. കോളൊക്കെ അറ്റൻഡ് ചെയ്ത് ബുക്കിംഗ് എടുക്കുക, അത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അത് ബെറ്റർ ജോബാണ്. ഞാൻ കാര്യം പറയാം, ചില കമ്പനീസൊക്കെ ഇവർക്ക് സ്പോൺസർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ IELTS അതും ഇതൊക്കെ ഞാനും പഠിച്ചതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥ ഉണ്ടാക്കിയാണ് ചെയ്യണത്. അതായത് അവരൊരു പർട്ടിക്കുലർ സാധനം തരും, എന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾ അവിടെ പോയി എക്സ്പീരിയൻസ് നമ്മളങ്ങ് തള്ളിമറിക്കുക. അത് നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്നത്. പക്ഷേ റിയൽ ലൈഫിലെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളത് ഓട്ടോമാറ്റിക്കലി അവർക്ക് റിപ്ലൈ കൊടുക്കണം. നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ പോയി അവർ ചോദിച്ചു നീ ഇന്ന സ്ഥലത്ത് തന്നെ എന്നാ ചെയ്താൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറേ വേർഡ്സ് വന്നം. മനസ്സിലായോ? അത് ഇവിടെ വന്നാലേ പറ്റും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ആദ്യ ആളുകൾ ഞാൻ ചിന്തിച്ച് പറഞ്ഞാൽ എനിക്കത്ര ഇത് മിസ്റ്റേക്സ് വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പിന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് കുറേ സാധനങ്ങൾ എൻ്റെ വായിന്ന് ഞാൻ ചിന്തിക്കാണ്ട് തന്നെ വന്നിട്ട് അത് ഇവരായിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ചിരുമ്പോൾ അതങ്ങനെ മാറും. പിന്നെ ആ ചിന്തിക്കേണ്ട രീതി അവിടെ നിൽക്കും. ഓക്കെ, പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ച മിസ്റ്റേക്ക് കൂടും. അതായത് നമ്മൾ ചിന്തിക്കണില്ല, ഓട്ടോമാറ്റിക് നമ്മുടെ വായിന്ന് വരിക. പിന്നെ അത് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ എടുക്കണം. പിന്നെ ഒരു പയ്യെ അത് റെഡി ആകും ഗൈസ്, നിങ്ങൾ പേടിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കുറച്ച് ബുക്സ് ഒക്കെ റീഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇവിടുത്തെ കുറേ പേര് പറയണേക്കാം, ഇവിടുത്തെ ആൾക്കാർ തന്നെ നിറച്ചും ബുക്സ് റീഡ് ചെയ്യും ഗൈസ്. ഇപ്പോൾ ഒരു ട്രെയിനിലും ബസ്സിലൊക്കെ പോകണം, അതിനകത്തൊക്കെ ഇരുന്നാൽ അവർ കുറേ ബുക്കൊക്കെ വായിക്കണം. നല്ലതാണ്. നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ നല്ല രീതിക്ക് ഇൻക്രീസ് ആകും. പറ്റുവാണെങ്കിൽ ചെറിയ പ്രാക്ടീസൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ജോബ് കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പക്കയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്നിട്ട് ഉള്ള കാര്യം പറയാലോ. അവിടെ ചെന്ന് എന്നൊക്കെ വെച്ചുണ്ടാക്കിയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഇത്. പക്ഷേ അവിടെ ചെന്ന് നിങ്ങൾ നല്ല രീതിക്ക് സംസാരിക്കണമെന്ന് കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് വെക്കും. കാര്യം പറയുകയാണ്, പറ്റുവാണെന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് വെച്ചോ. പിന്നെ ഇവിടെ വന്നിട്ട് ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ലാംഗ്വേജിൻ്റെ കേസ് വിട്ട് കളയണം. ഓക്കെ, പിന്നെ അടുത്ത കാര്യം, ഇവിടെ അത്യാവശ്യം പണിയെടുത്താൽ കാശുണ്ടാക്കാൻ പറ്റും. ഉള്ള കാര്യം പറയാലോ. പാർട്ട് ടൈമിൽ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് പാടാണ്. എല്ലാ കാര്യങ്ങളും മുന്നോട്ടൊക്കെ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള ജോബൊക്കെ കിട്ടിയിരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് വരും. നല്ല രീതിക്ക് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ പോരാതെ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ജോലി എന്താണെങ്കിലും കിട്ടും. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ എടുക്കണത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ എന്നാ പറയാനാ, ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കാൻ അതിൻ്റെ കൂടെ എന്തൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്തത് നന്നായിരിക്കും എന്നിവിടെ കയ്യിൽ ChatGPT ഇതൊക്കെ ഇല്ലടാ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഉപകാരപ്പെടും. കാര്യം പറയുക. എന്നിട്ട് ജസ്റ്റ് യൂട്യൂബൊക്കെ കയറി നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോഴ്സ് കഴിഞ്ഞിട്ട് എന്നൊക്കെ ജോബ് ചെയ്യാൻ പറ്റും, ആ ജോബിനകത്ത് അവർ എന്നൊക്കെ ചെയ്യണത്, ആ സാധനം എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു ബേസ് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ, പഠിച്ചു വെക്ക്. എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇത് കാണുക.
ഉപകാരപ്പെടും. ഉള്ള കാര്യം പറയാല. അത്യാവശ്യം നിങ്ങൾ ഇപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഒരു ധാരണ, നിങ്ങൾ പഠിക്കണത് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ജോലിക്ക് കയറി എന്നൊക്കെ ചെയ്യാം. അല്ലാണ്ട് ചുമ്മാ അത് ഞാൻ കാണാണ്ട് പഠിച്ച് ഞാൻ പാസ്സായടാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എന്നാന്ന് പോലും അറിയാം. നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ആരും ഇടിപെടിയെന്നൊന്നും ആരും മാസ്റ്റേഴ്സ് എടുക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ വരയ്ക്കുന്ന സ്ഥലത്തെ മാനേജർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ മാനേജറായെന്നാണ് പറയണത്. ഞാൻ പഠിക്കാൻ പോയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട്. അപ്പം അതാ പറഞ്ഞു, ഞാനിവിടെ ആദ്യമേ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എല്ലാവരും ഞാൻ മാസ്റ്റേഴ്സ് അപ്പോൾ എത്ര പൈസ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന പൈസകൾ അപ്പോൾ അയ്യോ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ ഇതായോ, ഇപ്പം നിങ്ങളിപ്പോൾ ഗ്യാപ്പൊന്നും എടുത്തിട്ടില്ലേന്ന്. ഗ്യാപ്പോ? നമ്മുടെ നാട്ടിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല. ഇവരെ കുറച്ച് ബ്രേക്കൊക്കെ എടുക്കുക. അതായത് ഒന്ന് പഠിച്ചിറങ്ങി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത പഠിക്കുള്ളൂ. ഇവിടെ മാസ്റ്റേഴ്സ് എടുക്കാൻ തന്നെ കുറച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ 28-30 വയസ്സൊക്കെയുള്ള ടീംസൊക്കെയാണ് എൻ്റെ കൂടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരുടെ കണ്ണിൽ നമുക്കെല്ലാം അറിയാവുള്ളൂ, നാട്ടിലെങ്ങാനും ഒരു ഗ്യാപ്പ് കിട്ടുക അവൻ തോറ്റ് പിന്നെ പഞ്ചായത്തിൽ പാട്ട ആരോട്ട് പറയാം. അപ്പോൾ നമുക്കൊരു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ അപ്പോൾ ചുമ്മാ ഒന്നും മാസ്റ്റേഴ്സ് എടുക്കില്ല. അഥവാ മാസ്റ്റേഴ്സ് എടുക്കുവാണെങ്കിൽ അവർക്ക് അത്രയ്ക്ക് താല്പര്യപ്പെട്ട് അവർ അത്രയും അധ്വാനിച്ചിട്ടായിരിക്കും അത് എടുക്കുന്നത്. അപ്പം നമ്മളവിടെ ചെന്ന് ചുമ്മാ പാസ്സായി എന്നാ പറയുക, പഠിച്ച് പാസ് ഔട്ടായി. പക്ഷെ ഇപ്പുറത്തെ അവന്മാർ അങ്ങനെ നല്ല വർക്ക് ചെയ്ത് അതിനകത്ത് ഒരു നോളജ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അവന്മാർ പാസ് ഔട്ട് ആണ്. അവന്മാർക്ക് അപ്പോൾ ജോലിയും കിട്ടും. നമ്മളാണ് അയ്യോ ഞാൻ പാസ് ഔട്ട് ആയതാണല്ലോ, എനിക്ക് എന്നാ ജോലി കിട്ടാത്തത്, അയ്യോ എൻ്റെ വിസ തീരാറായല്ലേ, ഞാൻ പോകണമല്ലോ, തേഞ്ഞ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണ്ട രീതിക്കൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ നല്ല ജോബ് കിട്ടും, അത്യാവശ്യം നല്ല സാലറിയും കൈ കിട്ടും, ലൈഫ് സെറ്റാവും. പിന്നെ എന്നാന്ന് വെച്ചാൽ കാണിക്കുക. ഓക്കെ, അതൊക്കെ ഉള്ളു എനിക്ക് പറഞ്ഞു തരാനുള്ള ഈ കാര്യത്തിൽ. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ആൾക്കാർ തീരുമാനിക്കുക. ഇപ്പോഴും എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും ആൾക്കാർ ഇത് എന്തിൻ്റെ ബേസിൽ എന്നോട് വന്ന് പിന്നെയും ചോദിക്കണം. അതായത് എല്ലാവരും ഞാനിങ്ങനെ UK പോണ ഡിസിഷൻ ഫ്ലോപ്പ് ആയിരിക്കും, എല്ലാവരും എന്നോട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന പറഞ്ഞാൽ അത് നിങ്ങളെടുത്ത കാര്യമല്ലേ, പിന്നെ അത് വന്നിട്ട് എൻ്റെ ഒപ്പീനിയൻ ചോദിക്കണതന്നെ. നിങ്ങൾ ഓൾറെഡി ആ ഒരു ഇത് എടുത്തു കഴിഞ്ഞ്, അതായത് ഇങ്ങോട്ട് വന്നു. പിന്നെ നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയുന്നുണ്ട് അതായത് അതൊരു ബാഡ് ഡിസിഷൻ ആയിരിക്കും. എന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നു, ചേട്ടാ ഞാനിങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും, എല്ലാവരും എന്നോട് കുറ്റപ്പെടുത്തണ്ടേ. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എന്നാ പറയാൻ, അത് നിങ്ങളുടെ ഒരു ഇതാണ്. അപ്പം നിങ്ങൾ അതിലൊരു പക്കായിട്ടൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിന്നില്ലെന്നുണ്ടേ ഒരു കാര്യവുമില്ല, വെറുതെ അടിക്കുകയാണ്. അതായത് എല്ലാവരും പോകുന്നുണ്ട്, അത് ഞാനും പോയേക്കാം. നിങ്ങൾ തന്നെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി വെക്കുക, അല്ലാണ്ട് ചുമ്മാ ഒരു എന്നാ പറയാനെ എടുത്ത് ചാടരുത്. മനസ്സിലായില്ലേ? എന്ത് ചെയ്യാം, അതായത് ഇത്ര ലോൺ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ ഇതിന് മുന്നേയും കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ധാരണ ഉണ്ടാവും എന്തായിരിക്കും അവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക. അതായത് പെട്ടും പോകരുത്, അതായത് പിന്നെ അഥവാ പെട്ടില്ലെങ്കിൽ രക്ഷപിടിയും വേണം. മനസ്സിലായോ? ആ രീതിക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ലോണും തീർക്കണം, അതിൻ്റെ കൂടെ തന്നെ രക്ഷപ്പെടുകയും വേണം. മനസ്സിലായോ? ആ ഒരു രീതിക്ക് ചിന്തിച്ച് പ്ലാൻ ഉണ്ടാക്കി വരിക. അല്ലാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും പറയണം ഇങ്ങനെയാണിത്, എനിക്ക് അതിനോടൊന്നും റിപ്ലൈ തരാൻ താല്പര്യമില്ല. കേസുള്ള കാര്യം പറയാം. ഞാൻ കുറേ വീഡിയോ ആയിട്ടിട്ടുണ്ട്. അന്നത്തെ എന്നോട് വന്നിട്ട് ഞാൻ ഈ വീഡിയോ മൊത്തം കണ്ടാണ്. എന്നിട്ട് വന്നിട്ട് UK എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഗൈസ് ഉള്ള കാര്യം പറയാം, നിങ്ങൾ അതിനെ ചിന്തിച്ച് നോക്ക്. എന്തായാലും ആട്ടെ, നമ്മുടെ പിള്ളേരാണ്. പക്ഷെ ഞാൻ റിപ്ലൈ തരും ഗൈസ്, പേടിക്കണ്ട. പിന്നെ ഈ രാജ്യത്തിനെ പറ്റി പറയാൻ, നമ്മുടെ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് കൺട്രിയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇന്ത്യയൊക്കെ പോക്കറ്റിൽ നിന്ന് ടാക്സ് വലിക്കും. ഞാൻ ആദ്യ നാളുകളിൽ സ്റ്റുഡൻ്റായിട്ട് പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടിരുന്നപ്പോൾ എൻ്റെ നാഷണൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് NIയുടെ ഒരു ചെറിയ എമൗണ്ട് അവരെടുക്കും. പിന്നെ ടാക്സിൻ്റെ ഒരു കുഞ്ഞ് എമൗണ്ട്, അത് സ്റ്റുഡൻ്റായിട്ട് എടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് അവർ വലിക്കാൻ പാടുള്ളു. എനിക്കറിയത്തില്ല, എനിക്കൊരു സമ്മർ വെക്കേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഫുൾ ടൈം ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ എന്താണ്ടും എമൗണ്ട്സിൻ്റെ ഒക്കെ ഇതിന് വേരിയേഷൻ വന്ന് പിന്നെ തൊട്ട് അങ്ങ് ടാക്സ് വലിക്കാൻ തുടങ്ങിയ ഞാൻ എപ്പോൾ ഫുൾ ടൈമിൽ കുറച്ച് അവർ കൂട്ടി ചെയ്തോ പടപടയെന്നൊക്കെ ടാക്സ് പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അവർ കുറച്ച് കയറ്റി ചെയ്താലും 19,000, 8,000, 10,000 പൗണ്ട് വരെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കണം. അതപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പാർട്ട് ടൈം ആണ്, പക്ഷേ നീ ഇപ്പോൾ പാർട്ട് ടൈമിൻ്റെ ഒരു നേരത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 12,000 ഇങ്ങോട്ട് ആനുവലി കിട്ടിയാൽ മാത്രമേ പാർട്ട് ടൈം ആയിട്ട് അവർ കണക്കാവുള്ളൂ. അതിന് പൊക്കത്ത് പോയി കഴിഞ്ഞാൽ അവരും പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നിലവിലെങ്ങാണ്ട് ഇപ്പോൾ പുതിയ ഇതിൽ 14 പറഞ്ഞത്. പക്ഷേ അപ്പോൾ അവർ പേയ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്നതാ പെർ അവർ 12-10 മിനിമം കിട്ടണത്. അപ്പം എങ്ങനെ കളിച്ചാലും ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ വരും. അപ്പോൾ കൂടുതൽ ചെയ്യും, ഇതിന് പൊക്കത്ത് പോവും.
പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ എന്നാ പറയുക, ഇതിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അതായത് ഇവർ വല്ലതും കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ നല്ല രീതിക്ക് പിടിക്കുന്നുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ ടാക്സ് കൊടുത്ത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞാനൊരു കണ്ണിയായി. അതെ, കണ്ണി. ഓക്കെ, അപ്പം അതിന് മാത്രമുള്ള പരിപാടി ഇവിടെ ഉണ്ട് ഗൈസ്. ഇപ്പം ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു വീൽ ചെയറിലുള്ള ഒരു പുള്ളിക്ക് അവന് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അവൻ ഇവിടെ നിന്ന് വീൽ ചെയറിൽ ബസ്സിലും കയറാം, ട്രെയിനിലും കയറാം, എന്ത് പണ്ടാരത്തിലും വേണമെങ്കിലും കയറാം. അതിന് മാത്രമുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അതാണ് മനസ്സിലായില്ലേ? ഇപ്പം വികസിത രാജ്യം തന്നെയാണിത്. അതിനു വേണ്ടിയുള്ളൊരു പിന്നെയും ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവർ ഇത്രയും ടാക്സ് ഒക്കെ പിടിക്കണത്. എന്തായാലും ആവട്ടെ. അപ്പോൾ അത്യാവശ്യം ടാക്സ് പിടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതാ പറയുന്നത്, ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല നമുക്ക് പർച്ചേസിങ് പവർ കൂടുതലാണ്. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഫോണൊക്കെ മേടിക്കണമെന്ന് വെച്ചാൽ നടക്കും. വലിയ സംഭവമൊന്നും ഇല്ല. ഇപ്പോൾ ഒരു മാസം നിങ്ങളുടെ സാലറി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഐഫോൺ തന്നെ എടുക്കാം. അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് തന്നെ എടുക്കാം. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സപ്പോസ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ 0 വരും. പിന്നെ ഒന്നേ തുടങ്ങണം. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. പർച്ചേസിങ് പവർ ഉണ്ട് എന്നും പറഞ്ഞ് പോക്കറ്റ് കീറാണ്ടിരിക്കുക. ഓക്കെ, എന്തുവേണമെങ്കിലൊക്കെ മേടിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ എന്നാ പറയുക, ഒരു ഐഫോൺ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ അവിടെ കിട്ടുന്ന സാലറിയും ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അതിൽ തിരിച്ചാണ്. അപ്പോൾ ഇതൊക്കെ നടക്കും. പക്ഷേ നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ നടക്കുക. ഓക്കെ, പണി പാളും. ഐഫോൺ വന്നിട്ട് എടുക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ, ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ അത്യാവശ്യം നല്ല, ഇപ്പം എന്തെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ നല്ല രീതിക്ക് അവർ പറയുന്നത് റെസ്പെക്ട് ചെയ്യും. ഇവരുടെ സർവീസൊക്കെ അടിക്കുന്ന കാര്യം. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഞാൻ ഇവിടുത്തെ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തതും എന്നിട്ട് ഞാൻ മുംബൈയിൽ നിന്നാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയത്, നമ്മുടെ കേരളത്തിലോട്ട് വന്നപ്പോൾ. മുംബൈ ചെന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അളിയ ഇവന്മാരെന്ത് കൊണയെ അവിടെ കിടന്ന് കാണിക്കണം എന്ന് എനിക്കറിയാൻ പറ്റും. അവന്മാർ പാസ്പോർട്ട് എടുത്തിട്ട് ഉറക്കം തൂങ്ങി എന്നാണ്ട് കൊണയൊക്കെ പറഞ്ഞ് ഇവന്മാർ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. അവർ ഇവന്മാരെങ്ങനെ അവിടെ ഇരിക്കണം എന്ന് വല്ല കൈക്കൂലിയും കൊടുത്തു വല്ല കയറിയതാണോ എന്ന് എനിക്കറിയത്തില്ല. അവന്മാർക്ക് എന്താണ്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരുത്താനുണ്ട്, അവനും എന്നെ നോക്കിയിട്ട് ഇന്ന് ഈ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ പറഞ്ഞത്. അവൻ ഇംഗ്ലീഷിലെ ഒരു കാര്യം, ഒരു വേർഡ് പറഞ്ഞാണ്, ഞാനത് ഓർക്കുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് അത്. അപ്പം എന്നിട്ട് അവൻ എന്നോട് ചൂടായി. അവൻ്റെ ആക്സെന്റ് ബ്രിട്ടീഷ് ആക്സെന്റ് ആണ്. എന്നിട്ട് അവനെ അലക്കണവൻ. അവൻ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി മറ്റേ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വെക്കണം. അപ്പം ഞാൻ എന്തോ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേറെ പെട്ടി വെക്കണമെന്ന് വെച്ചപ്പോൾ അവിടെ മുംബൈയിലേക്കാണ് ഈ എയർപോർട്ടിലെ സെക്യൂരിറ്റി പുള്ളി എന്നെ നോക്കി ഇങ്ങനെ എന്താ ഇവനൊക്കെ എന്തിനു നിൽക്കാന്ന് കയറില്ല. അവൻ എന്നെ നോക്കി ഇങ്ങനെ ചൂടാവണ്. എനിക്കറിയത്തില്ല ഇവർ. അതാ പറഞ്ഞു, ഇവിടുത്തെ ഒരു സർവീസ് കൊടുക്കാനുള്ള അവരുടെ ഒരു മര്യാദ, അവരുടെ ഒരു കാര്യങ്ങൾ അവർ പക്ക. അത് ഇവിടുത്തെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ കുറേ പ്രശ്നമുണ്ട്. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടില് അപ്പം അത് മനസ്സിലാകും. അപ്പം എനിക്കറിയാം. ഇപ്പം ഇവിടെ ഒരു സുഖമൊക്കെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകാൻ കുറച്ച്, നാട്ടിലോട്ട് പോകാൻ കുറച്ച് പ്രയാസമാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്ന് പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയോ. നാട്ടിലെല്ലാ തരികിടയും ഉടായ്പൊക്കെ കാണിച്ചിട്ട് കിടന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവരുടെ പക്കായിട്ടുള്ള എല്ലാത്തിനും നമ്മൾ സൂറിയൊക്കെ പറഞ്ഞ് ടാങ്കിയൊക്കെ പറഞ്ഞ് ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ടാങ്ക് ഇതൊന്നും ആദ്യം എൻ്റെ അതിന് വരത്തൊന്നുമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് കൂടെ പറഞ്ഞ് ഇപ്പോൾ ഒരു ശീലമായി. അതാണ് നമുക്ക് നാട്ടിലാണെങ്കിൽ കുറേ തരികിട കാണിച്ചാലാണ് എന്താണ് ചേട്ടാ ഇത് എന്താണ് ഇത് 10 അല്ല 9 എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിച്ചാക്കി നിന്ന്. പക്ഷേ ഇടയ്ക്ക് വരുമ്പോൾ അത് തിരിയും ഗൈസ്. ശാന്തി സമാധാനം. ഇപ്പം തന്നെ ഞാൻ വീട്ടിലിരിക്കുകയാണ്. കേട്ടു നോക്ക്, സൈലൻ്റാ. ഇപ്പം ഏകദേശം ഇത് ഉച്ച കഴിഞ്ഞ്. അതാ പറഞ്ഞ സമാധാനം അത്യാവശ്യം കേട്ട്. ഞാൻ കുറെ കണ്ടേക്കനാണ്. ഇതിന് മുന്നേ എനിക്കറിയാവുന്ന കുറച്ച് ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തേക്കൊന്നും ഇപ്പോൾ നാട്ടിലേട്ടേ പോണത് കലിയാന്ന് പറഞ്ഞു. ഇവിടെ കിട്ടുന്ന ഫ്രീഡവും പരിപാടിയൊന്നും അവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ രാത്രിയാണെങ്കിൽ ഇറങ്ങി നടക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഒരു വസ്ത്രധാരണയും നാട്ടിലാണെങ്കിൽ കുറേ പേര് ജഡ്ജൊക്കെ ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്കൊക്കെ ഇപ്പോൾ നാട്ടിലോട്ട് പോണതേ കലിയ. ഇവിടെ തന്നെ നിൽക്കാനാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ, പക്ഷേ നമ്മുടെ ഫാമിലി ഇവിടെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് അറിയത്തില്ല. അത് വിട്ടുകളാ, എന്തെങ്കിലും ആട്ടെ മനസ്സിലാക്കാം. ഇതൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് വരിക. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും കടമൊന്നും കൊടുക്കാണ്ടിരിക്കുക. അഥവാ കടം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം അവരെ. അല്ലെന്നുണ്ടേ പണി പാളും ഗൈസ്. എന്താണ് ഇവിടുത്തെ ചുമ്മാ കടമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ
അറിയാം ഇവിടെ ഫാമിലിയും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രണ്ട്സൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവരോടൊക്കെ ആയിരിക്കും കടം ചോദിക്കണം. പക്ഷെ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ നേരത്തെ അടുത്ത പിണക്ക എന്തിനാണ് അപ്പില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. പരിപാടി അവിടെ കൊണ്ട് അപ്പോൾ ഒരു ചെറിയ പിണക്കുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും കാണത്തില്ല. അല്ലാത്ത പക്ഷേ ഇപ്പോൾ കടം കൊടുത്തിട്ട് പിന്നെ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവന് കുറേ ദാരിദ്ര്യവും പറയും, അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബ്രേക്കപ്പ് ആവും. വേറൊരു ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അപ്പം നിങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന വേറൊരു മലയാളിയാണ്, ചിലപ്പോൾ അവനൊരു ഇത് അക്കിടി പറ്റുമ്പോഴായിരിക്കും അവൻ പുറകെ വന്നിട്ട് നിന്റെ കൊണ പറയണം അവനും അങ്ങനെ ചെയ്തായിരുന്നല്ലോ. ഡോട്ട്സ് ഓക്കെ, വിശ്വസിക്കാൻ പാടില്ല. നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുക, പറയേണ്ട കാര്യങ്ങൾ മാത്രം എല്ലാവരോടും പറയുക. എല്ലാം കൂടി അങ്ങ് ഭയങ്കര ഇത് കാണിച്ചിട്ട് പറയരുത്. അവനും നിങ്ങളെപ്പോലെ വന്നാണ്, അവൻ്റെ കാര്യം എന്നാ പറയാനാ, തടി തപ്പി അവൻ്റെ പാട്ടിന് പോവും, നിങ്ങൾ വെട്ടും പോവും. പറയാനുള്ള ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളേ. അപ്പോൾ സാധാരണ നമുക്കിത് നോർമൽ ഇതാ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. കുറച്ച് എന്നാ പറയുക, ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മര്യാദക്ക് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അതൊക്കെ തന്നെയാണ് നമുക്ക് UK ലൈഫിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പറയാനുള്ള ഫുഡിൻ്റെ കേസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇവിടുത്തെ ആദ്യ നാളുകളിൽ എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. എനിക്ക് ബർഗർ പോലും ഇറങ്ങത്തില്ല. ഉച്ചക്ക് ബർഗർ കഴിക്കണം എന്നൊക്കെ വെച്ചാൽ നാട്ടിൽ നല്ല മീൻകറിയും ചോറൊക്കെ ഇവിടുന്ന് കൊണ്ടിട്ടിരുന്ന ഞാനിവിടെ വന്ന് പെട്ടെന്ന് ബർഗർ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കത് നടക്കുകയല്ല. പിന്നെ അത് കഴിഞ്ഞാൽ എന്തോ എനിക്കിപ്പോൾ ഇവിടുത്തെ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്തോ കുറേ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇപ്പം ഞാൻ ഓക്കെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഫുഡൊന്നും ഇവിടുത്തെ പിന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വല്ലതും ഉണ്ടാക്കി കൊണ്ടുവരിക. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി അത്യാവശ്യം എന്നാ പറയാനാ, അവിടെ ഇവിടുത്തെ ഫുഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായത് ട്രൈ ചെയ്യണമെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് പോവുക, എന്നിട്ട് അവിടെ നിന്ന് കഴിക്കുക. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം, ഓവൻ ബേസ്ഡ് സാധനങ്ങൾ മേടിക്കാമല്ലോ. ഇവിടെ എല്ലായിടത്തും ഓവനാണ്, ചൂടാക്കിയാൽ കഴിച്ചാൽ മതി, അതായത് പാത്രം ഇതൊക്കെ. പിന്നെ എന്താ ഗൈസ്, അതൊക്കെ തന്നെ, വലിയൊരു ഇതെന്ന് പറയാനൊന്നുമില്ല. ഇവിടുത്തെ ഒരു കൾച്ചർ വ്യത്യാസം, നമ്മുടെ നാട്ടിലൊരു കൾച്ചർ വേറെ, അത്രയൊക്കെയുള്ളൂ ഗൈസ്. പിന്നെ വേറൊരു എനിക്കൊരു ഉപദേശം കൂടി തരാനുണ്ട്. വന്ന് കയറുമ്പോൾ തന്നെ കാറൊന്നും ചാടി എടുക്കരുത്. ഇത് ഞാൻ പറഞ്ഞില്ല, പർച്ചേസിംഗ് പവർ കൂടുതലാണ്. ഇവിടെ ഒരു മിനി കൂപ്പർ വരെ 50,000 രൂപ കിട്ടും എന്നും പറഞ്ഞാൽ അതൊന്നും ചാടി എടുക്കരുത്. അതിന് വില കുറവായിരിക്കും, പക്ഷേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാലോ, മന്ത്ലി ഇൻഷുറൻസ് തന്നെ 110, 150 അത്ര. അത് ഓരോ കാറ് ബേസ് ചെയ്തിരിക്കും, അതിൻ്റെ CCയും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകും. സ്റ്റേബിളായി എങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഏകദേശം 1 year ഓടിക്കാൻ പറ്റും നാട്ടിൽ ഇത് വെച്ച്. പറ്റുവാണെങ്കിൽ ഈ ഔട്ടറൊക്കെ നിൽക്കുന്നവർക്ക് ഞാൻ കാർ എടുക്കാൻ നല്ലതായിരിക്കും. പക്ഷേ ഇന്നർ സൈഡിലാണ് അത്യാവശ്യം നിങ്ങൾക്ക് ട്രാവലിനും പരിപാടിക്കൊക്കെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, എടുത്തിട്ട് വെറുതെ ഇവിടെ ഇടാവുന്നേ ഉള്ളൂ. ഈ കാറ് ഇപ്പോൾ ലണ്ടനിൽ തന്നെ ഇപ്പോൾ കാറ് ഒരു അരമണിക്കൂർ കൊണ്ട് ചെല്ലുന്നതിന് 10 മിനിറ്റ് മുന്നേ വേണമെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് എന്നൊക്കെ ഇവിടുത്തെ ട്രാവൽ ചെയ്യുക, അതായത് ട്യൂബും അതും ഇതൊക്കെ ചെല്ലും. അപ്പോൾ അതെന്ന് വെച്ചാൽ അത്രയും കണക്റ്റാണ്, പടപടയെന്ന് ചെല്ലും നമ്മൾ. ഇപ്പോൾ ഔട്ടർ സൈഡിലാണെങ്കിൽ അത്രയും ഗ്യാപ്പുണ്ട്, ഹൈവേ കൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടായിരിക്കും വേറൊരു സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ പോകണം. അപ്പോൾ അവർക്ക് കാറിൻ്റെ ആവശ്യമുണ്ട്. അതേസമയം നിങ്ങളൊരു സിറ്റീസിനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇട്ട് കളയണം. ഓക്കെ, അത്രയൊക്കെ തന്നെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് കുറേ പേര് എന്നോട് ചോദിക്കാനിടയുണ്ടായി, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, അവിടുത്തെ എങ്ങനെ പോകണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു റാൻഡം വീഡിയോ ഇട്ടാണ്. പിന്നെ നമുക്കൊരു ഗീവ് അവേ വെച്ചാലോ ഗൈസ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു ഒരു ഗീവ് അവേ കൊടുത്താലോ എന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്, അറിയാലോ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിക്കുള്ള പരിപാടി ഞാൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കുറേ പേരൊക്കെ വരാനിരിപ്പുണ്ടെന്ന് അറിയാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ആദ്യമേ അറിയട്ടെ എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്ന്. കമൻറ്റ് ഇട്ടോ ഗീവ് അവേ ഏത്. അപ്പോൾ ശരി, അതാ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.